ഹലോ ഡിയേഴ്സ്, ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചിരുന്നു നമ്മുടെ പാർക്കുട്ടി ഭയങ്കര ഷോക്കായിരുന്നു അല്ലേ. അപ്പം നമ്മുടെ ഭവാനി അമ്മയായാലും കനകാൻറ്റി ആയാലും നമ്മുടെ കേശു ആയാലും എല്ലാവരും മാറി മാറി എന്താ പാറുക്കുട്ടി ഇങ്ങനെ നീ ഷോക്കായിട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ലാസ്റ്റ് വഴക്ക് പറയുന്നൊക്കെ വരെയുണ്ട്. നീ ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരുന്നോ, എന്ത് സ്വഭാവം ഇതെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ പാറുക്കുട്ടി അപ്പോഴാണ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി പറയുന്നത്, എന്നെ ആരും കുറച്ചൊരു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നില്ല, എനിക്കൊരു ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും നിങ്ങൾ തരുന്നില്ല, എൻ്റെ ലച്ചു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടല്ലേ. ആ കരച്ചിൽ കാണുമ്പോൾ നമ്മുടെ ഭവാനിയമ്മ ഫ്ലാറ്റ് ആകട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ ഭവാനിയമ്മ കേശുവിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഐസ്ക്രീം പാട്ടൊക്കെ നമ്മുടെ പാറക്കുട്ടിക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പം നമ്മുടെ പാറക്കുട്ടിയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ നമുക്കൊരു പേടി, ഇനി നമ്മുടെ ലച്ചു എന്നേക്കുമായിട്ട് നമ്മുടെ ഉപ്പും മുളകിന്നും പോയതാണോ, അല്ല ഇനി ശിവാനി ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലച്ചു വന്നിട്ട് കുറേ ദിവസങ്ങളായി അല്ലേ കൂട്ടുകാരെ. നമ്മുടെ ലച്ചുവും ശിവാനിയും എല്ലാവരും ഉള്ള ഒരു എപ്പിസോഡാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ പാറമട വീട്ടിൽ ആകെ കുറച്ചൊരു ദിവസമായിട്ട് കേശുവും നമ്മുടെ പാറക്കുട്ടിയും മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് നമ്മുടെ ശിവാനി വന്ന് പോകുന്നുണ്ടെന്നല്ലാതെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്നോ രണ്ടോ ദിവസം മാത്രം നമ്മുടെ ശിവാനി വന്നു. അപ്പോഴും നമ്മുടെ ലച്ചു വരുന്നൊരു ഒരു പ്രൊമോയോ ഒരു അനക്കം പോലും ഇല്ല. ഇനി നമ്മുടെ പാവൻ ലച്ചു നമ്മളെയൊക്കെ വിട്ടു പോയോ, ഉപ്പും മുളകിന്നേ പോയോ, ഇനി വരത്തില്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കൂട്ടുകാരെ? ഇത്രയും ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് ഞാൻ ചോദിച്ചതാണേ. കാത്തിരുന്ന് നോക്കാം അല്ലേ, നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.